പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൂശിലെ കഠോര വേദനകൾക്കിടയിലും നാവനക്കാൻ ബുദ്ധിമുട്ടുമ്പോഴും അവൻ മൊഴിഞ്ഞു, ഇതാ നിന്റെ മകൻ. ഭൂമിയിലെ എല്ലാ മക്കളും ഇതോടെ പരിശുദ്ധ അമ്മയ്ക്ക് സ്വന്തമാവുകയായി. സ്കോട്ട്ലൻഡിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട യുദ്ധകാല അനുഭവക്കുറിപ്പായിരുന്നു ആൻഡി ഹൂഗന്റെ നാളെ നീ മരിക്കും എന്ന ഗ്രന്ഥം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ തടവറകളിൽ ബ്രിട്ടീഷ് യുദ്ധ തടവുകാർ നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തടവിൽ വെച്ച് മരിച്ച തൻ്റെ സഹപ്രവർത്തകൻ്റെ വീട് സന്ദർശിച്ച ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. തടവറയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ അദ്ദേഹം സുഹൃത്തിൻ്റെ മരണവാർത്ത അറിയിക്കാനായി അയാളുടെ വീട്ടിൽ ചെന്നു. മകൻ്റെ വരവും കാത്ത് ഏറെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന സുഹൃത്തിൻ്റെ അമ്മയെയാണ് അവിടെ അദ്ദേഹം കണ്ടത്. ആ അമ്മയോട് മകൻ്റെ മരണവാർത്ത പറയാനുള്ള ധൈര്യം അയാൾക്കുണ്ടായില്ല. ആകയാൽ മകൻ ഉടനെ തിരിച്ചു വരുമെന്നും അമ്മയെ മറന്ന് ഒരു നിമിഷം പോലും താൻ ജീവിച്ചിട്ടില്ല എന്നും പറയാൻ അവൻ തന്നെ ഏൽപ്പിച്ചു എന്ന് മാത്രം അദ്ദേഹം അമ്മയോട് പറഞ്ഞു. അവസാനത്തെ അയാളുടെ വാക്കുകൾ അമ്മയെ വികാരഭരിതയാക്കി. എത്ര ദൂരത്താണെങ്കിലും എന്നും അവൻ്റെ മനസ്സിൽ ഞാനുണ്ടല്ലോ, അത്രമാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞ് വികാരവായ്പോടെ അവർ കരഞ്ഞു. അമ്മമാർ എന്നും മക്കളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മക്കളുടെ മനസ്സിൽ താൻ എന്നും ഉണ്ട് എന്ന അറിവിൽ കവിഞ്ഞ് മറ്റെന്താണ് അമ്മയെ കൂടുതലായി സന്തോഷിപ്പിക്കുക? തൻ്റെ മനസ്സിൽ അമ്മ എന്നുമുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്ന ഈശോയെയാണ് കുരിശിൽ കിടന്ന് ഇതാ നിന്റെ മകൻ എന്ന അവൻ്റെ മരണമൊഴികളിൽ നാം ദർശിക്കുന്നത്. സ്വന്തം കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള ആശങ്ക പുലർത്തിയിരുന്ന ആളായിരുന്നില്ല ഈശോ. വസ്ത്രമോ പാർപ്പിടമോ ഒന്നും അവൻ്റെ ജീവിതത്തിൻ്റെ പരിഗണനാ വിഷയം പോലും ആയിരുന്നില്ല. എന്നിട്ടും ഉള്ളിൽ ഒരാശങ്ക അമ്മയെക്കുറിച്ചായിരുന്നിരിക്കണം. പ്രാണൻ പോകുന്ന വേദനയ്ക്കിടയിൽ പോലും അമ്മയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ അവൻ മറന്നുപോയില്ല എന്നതിൽ നിന്ന് മറ്റെന്താണ് നമ്മൾ അനുമാനിക്കുക? ഒരു വിധത്തിലും ക്രിസ്തുവിൻ്റെ ദുർബലതയല്ല, ഭൂമിയിലെ അമ്മമാർ അർഹിക്കുന്ന സംരക്ഷണത്തെയാണ് ഈ വാക്കുകൾ വെളിപ്പെടുത്തുന്നത്. ഒരു ന്യായീകരണവും അമ്മമാരെ മറക്കുന്നതിനുള്ള മതിയായ കാരണമാവില്ലെന്ന ഓർമ്മപ്പെടുത്തലാണത്. ക്രിസ്തു പോലും തൻ്റെ അവസാന വാക്കുകളിൽ ഒന്ന് അമ്മയെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ് മാറ്റിവെച്ചതെങ്കിൽ മാതൃത്വം എത്രയധികമായി മാനിക്കപ്പെടേണ്ട ഒരു ജീവിതാവസ്ഥയാണ്. ഈ നോമ്പുകാല ചിന്തകളിൽ ഒന്ന് നമ്മുടെ അമ്മമാരെ ഓർക്കുന്നതിന് വേണ്ടിയാകട്ടെ. മാതൃത്വം വല്ലാതെ തിരസ്കരിക്കപ്പെടുകയും അപമതിക്കപ്പെടുകയും ചെയ്യുന്ന കാലമാണ് നമ്മുടേത്. പെറ്റമ്മയെ ആട്ടിൻ തൊഴുത്തിൽ പാർപ്പിച്ചതും ബസ് സ്റ്റാൻഡുകളിൽ ഉപേക്ഷിച്ചതുമെല്ലാം മലയാള നാട്ടിലെ ആനുകാലിക വാർത്തകളാണ്. അത്രയൊക്കെ ക്രൂരരൊന്നുമല്ല നമ്മളെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും കടങ്ങൾ ഒട്ടും മറന്നുപോയിട്ടില്ലാത്ത നല്ല നിഷ്കളങ്കരായ മക്കളാണോ നമ്മൾ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഈ അമ്മയ്ക്ക് എന്തു ചെയ്തു കൊടുത്തിട്ടും മതിയാകുന്നില്ല എന്നാണ് മക്കളുടെ നിത്യമായ പരാതി. ചിലർ ചോദിക്കുന്നു, തുച്ഛ വരുമാനക്കാരനായ താൻ ഭാര്യയുടെയും മക്കളുടെയും ചെലവ് നടത്തണോ? വയസ്സാം കാലത്തെ അമ്മയുടെ അനാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണോ?
മറ്റു ചിലർ ചോദിക്കുന്നു, അമ്മയ്ക്ക് എന്തിൻ്റെ കുറവാണ്? അവർക്ക് വസ്ത്രത്തിന് വസ്ത്രവും ഭക്ഷണത്തിന് ഭക്ഷണവും മരുന്നിന് മരുന്നും നൽകുന്നില്ലേ? രണ്ടായാലും അമ്മമാരെ വിഷമിപ്പിക്കുന്നത് നിവർത്തിക്കപ്പെടാതെ പോകുന്ന അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമല്ല, അതിനോടുള്ള മക്കളുടെ മനോഭാവമാണ്. ഏതു ഞെരുക്കത്തിനോടും ഇണങ്ങിച്ചേരാൻ കഴിയുന്നവരാണ് അമ്മമാർ. വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും കുറവുകളൊന്നും അവരുടെ കണ്ണ് നിറയ്ക്കില്ല. പക്ഷേ ലഭിക്കാതെ പോകുന്ന സ്നേഹത്തോടു കൂടിയുള്ള മക്കളുടെ ഒരു വാക്ക്, അലിവോടു കൂടിയുള്ളൊരു സ്പർശം, നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന കരുണാമസൃണമായൊരു ചോദ്യം, ഇതുമാത്രമാണ് അവരെ കരയിക്കുക. ചെലവൊന്നുമില്ലാത്ത സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഇത്തരം ശരീരഭാഷയെങ്കിലും നമുക്ക് രൂപപ്പെടുത്തി എടുത്തുകൂടെ? അല്ലെങ്കിൽ തന്നെ കയ്യിലുള്ളതെല്ലാം തന്നെ അമ്മയ്ക്ക് നൽകേണ്ടി വന്നാലും അവളോടുള്ള കടമകൾ വീട്ടാൻ നമുക്കാവുമോ? ഈ ജീവിതം തന്നെ അവളുടെ ഭിക്ഷയല്ലേ? ഈ അസൗകര്യം ചുമന്ന് നടക്കാൻ തനിക്ക് മനസ്സില്ല എന്ന് ഒരു നിമിഷം അവൾ വിചാരിച്ചിരുന്നെങ്കിൽ ലോകത്തിൻ്റെ വെളിച്ചം നമ്മുടെ കണ്ണുകൾ ദർശിക്കുമായിരുന്നില്ല. അമ്മ അനുഭവിച്ച അസൗകര്യങ്ങളുടെയും വല്ലായ്മകളുടെയും വേദനകളുടെയും ആകെത്തുകയാണ് നമ്മൾ. ഈയിടെ നവമാധ്യമങ്ങളിൽ കാണാനിടയായ ഒരു ഹൈന്ദവ സന്യാസിയുടെ പ്രഭാഷണമാണ് ഇതോട് ചേർത്ത് വയ്ക്കാൻ തോന്നുന്നത്. അദ്ദേഹം പറയുന്നു, മകനെ, നീ എന്തു സമ്പാദിച്ചാലും അതിൽ 10% നീ അച്ഛന് കൊടുക്കണം. എന്തെന്നാൽ പിതാവില്ലെങ്കിൽ നീ ഇല്ല. അവനാണ് നിനക്ക് ജന്മം നൽകിയത്. പക്ഷേ അമ്മയ്ക്ക് നീ ഒന്നും കൊടുക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇത് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്ന ശ്രോതാക്കളെ കാണാം. ഇദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അവർ ചിന്തിക്കവേ അദ്ദേഹം തുടർന്നു, നിന്റെ അമ്മയ്ക്ക് ഒന്നും കൊടുക്കേണ്ട, ആവശ്യമുള്ളത് അവൾ എടുത്തുകൊള്ളും. അവൾ എടുത്തതിന് ശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുമാത്രമാണ് നിനക്ക് അവകാശപ്പെട്ടത്. എന്തെന്നാൽ നിന്റെ അമ്മയുടെ വെറും ഭിക്ഷയാണ് നിന്റെ ജീവിതം. ഗർഭപാത്രത്തിൽ നൽകിയ സംരക്ഷണത്തിനും ലോകം കാണാൻ അനുവദിച്ച സൗമനസ്യത്തിനും ശൈശവത്തിൽ നൽകിയ കരുതലിനും കൗമാരത്തിൽ നൽകിയ ശിക്ഷണത്തിനും യൗവനത്തിൽ നൽകിയ ദർശനങ്ങൾക്കും ഒരു മകൻ അമ്മയ്ക്ക് നൽകിയ വികാരപൂർണമായ ഒരു കൃതജ്ഞതാ പ്രകാശനമായിരുന്നു കുരിശിൽ കിടന്ന് ക്രിസ്തു തൻ്റെ അമ്മയ്ക്ക് നൽകിയ സുരക്ഷിതത്വത്തിൻ്റെ ഉറപ്പ്. മുഖം വാടാനും മിഴികൾ നിറയാനും ഒരു നാളും അനുവദിക്കില്ലെന്ന് അമ്മയുടെ കരങ്ങൾ പിടിച്ച് ഉറപ്പു നൽകാൻ നമ്മൾ മക്കൾക്ക് ആർജവത്വം പകരട്ടെ. താഴമേശയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, താഴമേശയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, കാൽവരി മലയുടെ വിരിമാറിൽ നിന്നും അലയടിച്ചുയരുന്ന കാരുണ്യമേ, കഴുകണമേ എന്നെ, കരുതണമേ, കരം പിടിച്ചെന്നെ നടത്തേണമേ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. താഴമേശയിൽ നിന്നും
അപ്പമായി തീരുന്ന കാരുണ്യമേ, അന്ത്യത്തോളം കൂടെ വസിക്കാൻ ഭോജ്യമായി മാറുന്ന കാരുണ്യമേ, നിറയണമേ എന്നിൽ അലിയണമേ, അങ്ങേതായി മാറ്റണേ ഈശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ബലിവസ്തുവോടൊപ്പം ബലിയായി തീരുവാൻ ബലമേകിടേണേ തമ്പുരാനേ. ജീവിതയാത്രയിൽ തിരുപ്പാതേയമായി രക്തശരീരങ്ങൾ ബലമാകട്ടെ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ നല്ല ദൈവമേ, അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ മുൻപിലായിരിക്കുന്ന ദിവ്യകാരുണ്യത്തിന് മുൻപിലായിരിക്കുന്ന ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല ദൈവമേ, അവിടുത്തേക്ക് ഞങ്ങളോടുള്ള വലിയ സ്നേഹവും കരുതലും ശ്രദ്ധയുമൊക്കെ ഞങ്ങൾ ഈ ദിവ്യകാരുണ്യത്തിൽ ദർശിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. അതേ ദൈവമേ, തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. അവിടുത്തെ വലിയ സ്നേഹം ഞങ്ങൾ ഈ ദിവ്യകുദാശയിൽ കാണുന്നു. തൻ്റെ പുത്രൻ വഴി നാം ജീവിക്കേണ്ടതിന് ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ പ്രത്യക്ഷമായിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, പ്രത്യുത അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഓ ദൈവമേ, അവിടുത്തേക്ക് ഞങ്ങളോടുള്ള സ്നേഹം എത്ര അഗാധമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. നല്ല കർത്താവേ, അവിടുത്തെ പോലെയാക്കുവാൻ അങ്ങയുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് വീണ്ടെടുക്കുവാൻ സ്വപുത്രനെ തന്നെ ഞങ്ങൾക്ക് ബലിയായി നൽകി. ഈശോയുടെ ജീവൻ ബലിയായി നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്വന്തമായി വീണ്ടെടുത്തു. ഞാൻ പാപിയുടെ മരണം ആഗ്രഹിക്കുന്നില്ല, അവൻ്റെ മാനസാന്തരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കർത്താവെ അവിടെ അരുളി ചെയ്യുന്നുണ്ടല്ലോ.
ദൈവമേ, ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ. ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ളവരോട് പകയും വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്താതെ അങ്ങ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനും അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനും അങ്ങ് ഞങ്ങളെയും പഠിപ്പിക്കണമേ. മറ്റുള്ളവരെ പറ്റി ഞങ്ങൾ മോശമായി ചിന്തിക്കുകയും അവരുടെ ബലഹീനതകളെപ്പറ്റി സംസാരിക്കുകയും അവരുടെ കുറവുകൾ കാണുകയും ചെയ്തു പോയ ഞങ്ങളുടെ അവസ്ഥയെ അവിടുന്ന് കാണണമേ. ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. മുൻവിധിയോടെ മറ്റുള്ളവരുടെ ചെയ്തികളെ നോക്കിക്കാണുകയും അവരുടെ ജീവിതത്തെ ഞങ്ങൾ വിലയിരുത്തുകയും അവരിലില്ലാത്ത തിന്മ അവരുടെ മേൽ ഞങ്ങൾ ആരോപിക്കുകയും ചെയ്തു പോയി. ഓ യേശുവേ, പാപികളായ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ നല്ല കർത്താവേ, പാപം ചെയ്തിട്ടും ഞങ്ങളെ ഉപേക്ഷിച്ച് കളയാതെ ഞങ്ങളെ സ്വന്തമാക്കുവാൻ അവിടുന്ന് തിരുമനസ്സായല്ലോ. ഈശോയെ, ഞങ്ങൾ പാപികളായിരുന്നിട്ടും ഒന്നുമല്ലാതിരുന്നിട്ടും അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തു. അവിടുത്തെ ജീവൻ ഞങ്ങൾക്കായി നൽകി. അവിടുത്തെ വലിയ സ്നേഹത്തിന് മുൻപിലായിരുന്നു കൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ, അങ്ങ് ഒരിക്കലും ഞങ്ങളിൽ നിന്നും അകന്നു പോയിട്ടില്ല. ഞങ്ങളാണ് അങ്ങിൽ നിന്നും അകന്നു പോയിരിക്കുന്നത്. ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങേ തീവ്രമായ ദാഹത്തോടെ അന്വേഷിക്കുവാനും അങ്ങയിൽ മാത്രം യഥാർത്ഥമായി ആനന്ദം കണ്ടെത്തുവാനും വേണ്ട വരം ഞങ്ങൾക്ക് നൽകണമേ. ഓ ഈശോയെ, അവിടുത്തെ സഹനത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾ തളർന്നു പോകുന്നു. ഭയം ഞങ്ങളെ പിടികൂടാറുണ്ട്. അങ്ങയുടെ ജീവിത മാതൃകയെ പിൻചെന്നുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥനയിലൂടെ പിതാവിൻ്റെ തിരുമനസ്സ് നിർവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുരിശിനെ ധീരതയോടെ വഹിക്കുവാനും ആവശ്യമായ കൃപാവരം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളെ യേശുവിൻ്റെ ദിവ്യ മാതൃകയ്ക്ക് അനുരൂപരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല അമ്മേ മാതാവേ, അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി ഈശോ നൽകിയതാണല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ കുറവുകളെയും പോരായ്മകളെയും മറന്ന് ഈശോയെ സ്നേഹിക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുവാൻ ഞങ്ങളോട് ചേർന്ന് നിൽക്കണമേ. അമ്മ ഞങ്ങളുടെ അമ്മയാണല്ലോ. പരമദിവ്യകാരുണ്യമേ,
പരിശുദ്ധ അമ്മേ മാതാവേ, അങ്ങ് കുരിശിൻ ചുവട്ടിൽ ഈശോയോട് ചേർന്ന് നിന്നവള, കുരിശിൻ്റെ വഴിയെ ഈശോയെ അനുഗമിച്ചവള. ഞാനും അതിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയോട് താതാത്മ്യപ്പെട്ടുകൊണ്ട്, ഈശോയെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം മഹത്തരമാക്കി തീർക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവളാണ് ഞങ്ങൾ ഓരോരുത്തരും എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഈശോയെ ദൂരെ നിന്നും വീക്ഷിച്ചു കൊണ്ടിരുന്ന സുഹൃത്തുക്കളുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയും ഏതാനും ഭക്ത സ്ത്രീകളും അവൻ്റെ കുരിശോട് ചേർന്ന് നിന്നു. അമ്മയും ശിഷ്യനും കുരിശിനരികെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഈശോ സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ യോഹന്നാനും അതുമൂലം ലോകത്തിന് മുഴുവനും അമ്മയെ വിശുദ്ധ യോഹന്നാനും ഏൽപ്പിച്ചു കൊടുത്തത്. മരണത്തിൻ്റെ ഭീകരതയിലും അമ്മ മകനെ ഉപേക്ഷിക്കുകയില്ല. അമ്മ കൂടെ നിന്നു, ചേർന്ന് നിന്നു. മക്കളുടെ മരണം കാണാൻ അവർക്ക് ശക്തിയില്ല എങ്കിലും പരിശുദ്ധ അമ്മ പുത്രൻ എത്രത്തോളം മരണത്തോടടുത്തുവോ അത്രത്തോളം കുരിശോട് ചേർന്ന് നിന്നു. പുത്രൻ ജീവൻ ബലിയായി അർപ്പിച്ചപ്പോൾ പീഡിതയായ അമ്മ തൻ്റെ പ്രാണവേദനകളെല്ലാം പുത്രൻ്റെ സഹനത്തോട് ചേർത്ത് മനുഷ്യരക്ഷയ്ക്കായി കാഴ്ചവെച്ചു. പരിശുദ്ധ അമ്മേ മാതാവേ, കുരിശിൻ്റെ ചുവട്ടിൽ ബോധം കെട്ട് വീണു എന്ന് ആരും അമ്മയെക്കുറിച്ച് പറയുന്നില്ല. ദൈവപിതാവിൻ്റെ പ്ലാനും പദ്ധതിയുമൊക്കെ അമ്മ തിരിച്ചറിഞ്ഞിരുന്നു. വിശുദ്ധ അംബ്രോസ് എഴുതുന്നു, രോദനമല്ല സഹനമാണ് ഞാൻ മറിയത്തിൽ വായിക്കുന്നത്. പുത്രൻ്റെ പീഡാനുഭവങ്ങളിൽ മാതാവ് അനുഭവിച്ച വേദന എല്ലാ വേദനകളെയും അതിശയിക്കുന്നതായിരുന്നു. എന്നിരുന്നാലും പരിശുദ്ധ അമ്മയുടെ ദുഃഖം വ്യർത്ഥമായിരുന്നില്ല, അത് സഫലമായിരുന്നു. അമ്മയുടെ സഹനങ്ങളുടെ യോഗ്യത കൊണ്ട് യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായ ഞങ്ങളുടെ എല്ലാം അമ്മയായി തീർന്നു. സഭയുടെ മക്കളാക്കി തീർത്തുകൊണ്ട് പരിശുദ്ധ അമ്മ ഈ മാതൃത്വം ഇന്നും സഭയിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. വേദനയുടെ അത്യുച്ചത്തിൽ എത്തിയിരുന്ന ഈശോയും പരിശുദ്ധ അമ്മയും സംസാരശേഷി നിലച്ചു പോയിരുന്നു രണ്ടുപേരുടെയും. കുരിശിൽ മരണവേദന അനുഭവിക്കുന്ന മകനെ നോക്കി അമ്മയും കുരിശിനരികെ പ്രാണസങ്കടം അനുഭവിക്കുന്ന അമ്മയെ നോക്കി മകനും നിശബ്ദരായി നിന്നു. സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് ഈശോ യോഹന്നാനോട് പറഞ്ഞു. സ്നേഹം സ്നേഹിക്കുന്നവരുടെ അടുത്തേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്നുവെന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ടല്ലോ. നാം സ്നേഹിക്കുന്നവരെയാണ് നാം ആദ്യം കാണുന്നതെന്ന് വിശുദ്ധ അംബ്രോസും പറയുന്നു. കുരിശിനോട് ചേർന്ന് നിൽക്കുന്ന അമ്മയിലേക്ക് ദൃഷ്ടി പതിക്കുന്നതിന് യേശുവിന് ഏറെ ക്ലേശിക്കേണ്ടി വന്നു കാണും. ദേഹമാസകലം മുറിവേൽക്കപ്പെട്ട് രക്തം കട്ടിപിടിച്ച് അടഞ്ഞുപോയ കൺപോളകളെ വിടർത്തിയെടുക്കുന്നതിന് ഈശോ ഏറെ ആയാസപ്പെട്ടിട്ടുണ്ടാവണം. ഈശോ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. യേശുവിൻ്റെ ദൃഷ്ടികൾ കുരിശിനരികെ ചേർന്ന് നിന്ന യോഹന്നാനിൽ നിപതിച്ചു. സ്വന്തം അമ്മയെപ്പോലെ പരിശുദ്ധ കന്യകാമാതാവിനെ കരുതി ശുശ്രൂഷിച്ചു യോഹന്നാൻ. യേശുവിൻ്റെ മരണത്തിന് നേർസാക്ഷിയാകുന്നതിന് യോഹന്നാന് അനുമതി നൽകി.
അതുകൊണ്ടാണ് ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും എന്ന് സുവിശേഷത്തിലും ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നുവെന്ന് ലേഖനത്തിലും യോഹന്നാന് രേഖപ്പെടുത്താൻ കഴിഞ്ഞത്. മറ്റ് ശിഷ്യരെല്ലാം ഉപേക്ഷിച്ചോടിപ്പോയപ്പോഴും ശത്രുക്കൾക്കിടയിലൂടെ യേശുവിനെ അനുഗമിക്കുവാനുള്ള ശക്തി യോഹന്നാന് കിട്ടിയത് യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സാക്ഷിയാകാനായിരുന്നു. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയെ ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഈ സ്ത്രീ പരിശുദ്ധ മറിയമാണെന്നുള്ളതിൽ ഇതുവരെ ആരും സംശയിച്ചിട്ടില്ല. തൻ്റെ പുത്രനിലൂടെ സർപ്പത്തിൻ്റെ തല തകർത്ത് സ്വാഭാവികമായും മറിയം സർപ്പത്തിൻ്റെ ശത്രുവായി ഭവിച്ചു. എന്തെന്നാൽ ലൂസിഫർ ധിക്കാരിയായിരുന്നു, നന്ദിഹീനനും അനുസരണമില്ലാത്തവനുമായിരുന്നു. മറിയമാകട്ടെ താഴ്മയുള്ളവളായിരുന്നു, നന്ദിയുള്ളവളും അനുസരണയുള്ളവളും. അവൾ നിന്റെ തല തകർക്കും. തൻ്റെ പുത്രനിലൂടെ അവൾ ലൂസിഫറിൻ്റെ തല തകർത്തു. തൻ്റെ മരണത്താൽ രക്ഷകൻ അവനെ കീഴടക്കി. മനുഷ്യവംശത്തിനു മേൽ അവൻ സ്ഥാപിച്ച ആധിപത്യം എന്നേക്കുമായി എടുത്തു കളഞ്ഞു. എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാ ദിവ്യഭോജ്യം ധന്യരാക്കാം. രക്തശരീരമാ ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാം. എന്തിനാണെന്റെ യേശു കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാ ധന്യരാക്കാം. നൽകി മക്കളെ ധന്യരാക്കാം. തിരുവോസ്തിയാൽ മറഞ്ഞിരിക്കും നീ പൂജ്യമാം സക്രാരി തന്നിലായി നീ. തിരുവോസ്തിയാൽ മറഞ്ഞിരിക്കും നീ പൂജ്യമാം സക്രാരി തന്നിലായി നീ. അരുതാപമോടെ അണഞ്ഞിടുമ്പോൾ സക്രാരി വിട്ടെന്റെ ഹൃത്തിലേക്ക്. അരുതാപമോടെ
എന്തിനാണെൻ്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാൻ. എന്തിനാണെൻ്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത്? അപ്പസ്തോലൻ ഇങ്ങനെ എഴുതുന്നു: നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. അതിനാൽ യേശുക്രിസ്തുവും വിശ്വാസികളും ഏക ശരീരമാണ്. എന്തെന്നാൽ ശിരസ്സ് അവയവങ്ങളിൽ നിന്ന് വേർപെടുത്തുക അസാധ്യം. അവയവങ്ങളെല്ലാം മറിയത്തിൻ്റെ ആത്മീയ മക്കളാണ്. അതുകൊണ്ട് യോഹന്നാൻ പ്രിയ ശിഷ്യൻ എന്നാണ് വിളിക്കപ്പെടുക. എല്ലാ ശിഷ്യരിലും വസിക്കുന്നത് യേശുവിൻ്റെ ആത്മാവാണ്. തന്മൂലം പരിശുദ്ധ മറിയം എല്ലാ ശിഷ്യരുടെയും അമ്മയാണ്. ഇതാ നിന്റെ മകൻ എന്ന് യേശു മറിയത്തോട് പറഞ്ഞതിൻ്റെ അർത്ഥം, യേശുവിൻ്റെ ആത്മാവിനാൽ പൂർണ്ണരാക്കപ്പെട്ട ഓരോ ശിഷ്യനും മറിയത്തിൻ്റെ ഉദരത്തിൽ പിറന്നവരാണെന്ന് ഒരിജൻ അഭിപ്രായപ്പെടുന്നു. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ രക്തമാണ് മറിയത്തിൻ്റെ ഹൃദയം നിറയെ എന്ന് കർത്തൂസ്യൻ സന്യാസിയായ ഡെനീസ് രേഖപ്പെടുത്തുന്നു. ഈശോയെ അവിടുത്തെ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ ഈ രക്തമൂട്ടിയാണ് പരിശുദ്ധ മറിയം സഭാതനയരെ പോറ്റുന്നത്. സഹനത്തിലൂടെ രക്ഷകൻ്റെ പീഡാനുഭവത്തിൻ്റെ ഒരു പങ്ക് പരിശുദ്ധ അമ്മ നമുക്കായി സമ്പാദിച്ചുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഓ അമ്മേ, പീഡാനുഭവമേ, നരകമാണ് എൻ്റെ അവകാശമെന്ന് എനിക്കറിയാം. യേശുവിൻ്റെ മരണത്തിൻ്റെ പങ്കുകൊണ്ടല്ലാതെ രക്ഷിക്കപ്പെടുമെന്നുള്ള പ്രത്യാശ എനിക്കില്ല. അമ്മേ, ഈ കൃപ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പുത്രൻ കുരിശിൽ തലചായ്ച്ചു മരിക്കുന്നത് നേരിൽ കണ്ടവളാണല്ലോ അങ്ങ്. രക്തസാക്ഷികളുടെ രാജ്ഞി, പാപികളുടെ മധ്യസ്ഥെ, എപ്പോഴും വിശേഷിച്ചെൻ്റെ മരണസമയത്തും എന്നെ സഹായിക്കണമേ. അവസാന സഹന നേരങ്ങളിൽ എൻ്റെ പാപങ്ങൾ കാണിച്ച് എന്നെ നിരാശപ്പെടുത്തുന്ന പിശാചുക്കളെ ഞാൻ ഇപ്പോഴേ ആട്ടി ഓടിക്കട്ടെ. അപ്രകാരം ഞാൻ ആക്രമിക്കപ്പെടുന്നത് കാണുമ്പോൾ അമ്മേ, എന്നെ ഉപേക്ഷിച്ചു കളയരുതേ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ എന്നെ സഹായിക്കണമേ. ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും എനിക്ക് നേടിത്തരണമേ. ശബ്ദം നഷ്ടപ്പെടുന്ന നേരങ്ങളിൽ നിന്നെയോ നിൻ്റെ പുത്രനെയോ വിളിച്ചപേക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെയും അങ്ങേ തിരുക്കുമാരൻ്റെയും കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. നിങ്ങളെ ദ്രോഹിച്ചിട്ട് തിന്മയുടെ വഴിയിലേക്ക് പോകുവാനായിട്ട് എന്നെ ഒരിക്കലും അനുവദിക്കരുതേ. സ്വർഗത്തിൽ മുഖാമുഖം കണ്ട് ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാനായി പോയ അവിടുത്തെ പ്രിയപുത്രൻ്റെ പക്കൽ അണയുവാൻ പരിശുദ്ധ അമ്മേ, അമ്മയുടെയും സ്വർഗപിതാവിൻ്റെയും ഈശോയുടെയും മുഖം കണ്ട് സ്വർഗവാസികളോടും മാലാഖാവൃന്ദങ്ങളോടുമൊപ്പം ആനന്ദിക്കുവാൻ ഞങ്ങൾക്കും ഇടയായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ ധന്യരാക്കി അവിടുത്തെ പരിപാലനയാൽ ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തെ വലിയ സ്നേഹത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഓ ഈശോയെ, അങ്ങയെ ഒത്തിരി സ്നേഹിക്കുവാൻ, അങ്ങയോട് കൂടെയായിരിക്കുവാൻ, അങ്ങയുടെ കൂടെ നടക്കുവാൻ, അങ്ങയ്ക്ക് ഇഷ്ടമുള്ള വിധത്തിൽ മാത്രം ജീവിക്കുവാൻ അങ്ങെന്നെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം പോലും അങ്ങയിൽ നിന്ന് പിരിയുവാനോ അങ്ങയെ തള്ളിപ്പറയുവാനോ എൻ്റെ ജീവിതത്തിൽ ഇടവരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, നല്ല സ്നേഹമേ, എൻ്റെ മുഴുവൻ ആത്മാവോടും സർവശക്തിയോടും കൂടെ അങ്ങയെ ഞാൻ സ്നേഹിച്ച് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. ആമേൻ.
കരുതുന്നു